ഡി പെണ്ണേ, എന്താ അമ്മ? ഇന്നെന്തിട്ട് കറി വെക്കണേ? ഇല്ല, ഒന്നും വെക്കാൻ നോക്കണുള്ളൂ. അതെ, അവിടെ കോളിഫ്ലവർ എത്ര ദിവസമായി ഇരിക്കുന്നു. അതെടുത്ത് കറി വെച്ച കേടാവാണ്ട്. വെക്കാം. അത് വെച്ചാ മതി. ഓക്കെ. നമ്മളുടെ ഇവിടെ ഒരു കോളിഫ്ലവർ ഇരിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടാ. അപ്പൊ നമുക്ക് അതൊന്ന് കറി വെച്ചാലോ? നമ്മളിവിടെ കൂടുതലും കോളിഫ്ലവർ കറി വെക്കാറുള്ളത് വറുത്തരച്ചിട്ടൊക്കെയാണ് കേട്ടാ. ഇന്ന് നമുക്കിതൊരു എളുപ്പപ്പണി നോക്കാം. വറുത്തരയ്ക്കാൻ കുറച്ച് മെനക്കെടാണ്. അപ്പൊ നമുക്ക് വറുത്തരയ്ക്കാണ്ട് ഒരു കറി വെക്കാം അല്ലെ? അപ്പൊ അതിന് വേണ്ടി ഇതേ കോളിഫ്ലവർ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. കുറെ ദിവസം ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ കോളിഫ്ലവറിൽ പുഴുവൊക്കെ കയറും. അത്രയും പഴക്കമായിട്ടില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ഇതായി തുടങ്ങിയപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അത് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് അതിൽ നിറച്ച് വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചു വെക്കാം. ഇതിൽ വല്ല അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണത്. നമുക്ക് അതിൽ ഇത്തിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെക്കാം. ഞാനിപ്പോ ഇവിടെ ഇത് നേരെ നമ്മൾ തിളപ്പിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ചു നേരം തിളച്ച വെള്ളത്തിലിട്ട് വെക്കുന്നത് കേട്ടാ. കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് അത് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ച് അതിൽ മഞ്ഞപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കോരി വെച്ചിട്ടുള്ള കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ച് വേവിന് നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. അത് കോരി മാറ്റി വെച്ചിട്ട് നമുക്കിനി ഒരു മസാല റെഡി ആക്കണം. അതിന് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് പെരുംജീരകം, മുളക് പൊടി, കറിവേപ്പില, കുഞ്ഞുള്ളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് നമുക്ക് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം. ഇനി നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവറിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ള കാരണം കൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കണില്ല. നന്നായിട്ട് നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് കുറച്ചു നേരം മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മസാല തിരുമ്മി വെച്ചിട്ടുള്ള കോളിഫ്ലവർ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാതും ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. നമുക്കതൊന്ന് ചെറുതായിട്ട് ആ വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരി എടുക്കുകയാണ് ചെയ്യണത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതിനേക്കാളും എളുപ്പം വറുത്തരച്ച് കറി വെക്കുകയല്ലേ എന്നല്ലേ. എന്നും നമ്മൾ ഒരുപോലെയല്ലേ വെക്കുക, നമുക്കൊന്ന് മാറ്റി പിടിക്കാനേ. അപ്പൊ അതേ കോളിഫ്ലവർ ഒക്കെ വറുത്ത് ചെറുതായിട്ടൊന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് കറി റെഡിയാക്കാനായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് സവോളയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. അത് തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പ് ഇത്തിരി കുറവാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്നും കൂടെ ഇളക്കി നമുക്ക് ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്നും കൂടെ നന്നായിട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. എന്റെ കൂട്ടുകാർക്ക് കോളിഫ്ലവർ വറുത്തരച്ച് കറി വെക്കുന്നതാണോ ഇഷ്ടം അതോ ചില്ലി ഗോബി ഉണ്ടാക്കുന്നതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ കമന്റ് ചെയ്ത് പറയാൻ മറക്കരുത് കേട്ടോ. ഞാനിപ്പോ ഇത് ചെറുതായിട്ടൊരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കിയതാണ്. എന്നും നമ്മൾ ഒരുപോലത്തെ കറി വെക്കുമ്പോൾ ആർക്കായാലും ഇഷ്ടപ്പെടില്ല. നമുക്കൊന്ന് മാറ്റി പിടിക്കാനേ. ഇന്നത്തെ നമ്മുടെ ഊണിന്റെ സ്പെഷ്യൽ കാണിക്കാനായിട്ട് നമ്മൾ ഇന്ന് ഇത്തിരി തിരക്കിലാണ്. അപ്പൊ അതുകൊണ്ട് ഊണ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് ടൈമില്ല കേട്ടോ. അപ്പൊ നമ്മളിത് ഈ കറി വെക്കുന്ന കുഞ്ഞു വീഡിയോയിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ കറിയൊക്കെ റെഡിയായി. നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നമ്മളുടെ ഈ കോളിഫ്ലവർ കറിയുടെ ടേസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ നമുക്ക്. അപ്പൊ അത് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇവിടെ റെഡിയാണ്. നമ്മൾ അടുത്തൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.